നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് രോഗബാധ ഗൾഫ് രാജ്യങ്ങളിലും വളരെ വലിയ ആശങ്ക നിറച്ച് വ്യാപിക്കുകയാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 100 കടന്നിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം 15,000 കഴിയുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 10 പേരാണ് ഇവിടെ മരിച്ചത്. സൗദി അറേബ്യയിൽ മാത്രം കോവിഡ് ബാധിതരുടെ എണ്ണം ഏകദേശം 5,000-ഓളം അടുക്കുന്നു. 6 പേർ കൂടി മരിച്ചതോടെ രാജ്യത്തെ മരണസംഖ്യ 65 ഉയരുകയും ചെയ്തു. 24 മണിക്കൂറിനിടെ 10 പേരാണ് മരിച്ചത്. 6 രാജ്യങ്ങളിലുമായി രോഗബാധിതരുടെ എണ്ണം 15,000-ന് മേൽ ഉയരുകയും ചെയ്തു. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 724 മാറി. സിയിൽ രോഗമുക്തി നേടിയവർ 805 പേരാണ്. UAE-യിൽ 3 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ കുവൈറ്റിൽ കോവിഡ് ബാധിതനായ 50 വയസ്സുള്ള സ്വദേശി മരിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നു. ഇതോടെ കുവൈറ്റിൽ മരണസംഖ്യ 2 45 ഇന്ത്യക്കാർ ഉൾപ്പെടെ 66 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ആകെ രോഗബാധിതരായ 1,300 പേരിൽ 150 പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട്. ഖത്തറിൽ 252 പേർ കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 3,231 334 പേരാണ് ഇവിടെ സുഖം പ്രാപിച്ചത്. സാമൂഹ്യ വ്യാപന ഭീഷണി തുടർന്ന ഒമാനിൽ 727 പേരാണ് രോഗബാധിതരായി ഉള്ളത്. 124 പേർ രോഗമുക്തി നേടിയിട്ടുമുണ്ട്. 1,348 പേരുടെ രോഗം സ്ഥിരീകരിച്ച ബഹ്റിനിൽ 591 പേർ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. കുവൈറ്റിൽ രോഗം ബാധിച്ച് 50 വയസ്സുകാരൻ മരിച്ചെന്ന വാർത്തയും പുറത്തു വരുന്നു. ഇതോടെ മരണം ഇവിടെ 2 മാറി. കുവൈറ്റിൽ 66 പേർക്ക് പുതുതായി വൈറസ് ബാധ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 56 പേർ ഇന്ത്യക്കാരാണ്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച ഇന്ത്യക്കാരുടെ എണ്ണം 724 എന്നാണ് അറിയാൻ കഴിയുന്നത്. കുവൈറ്റിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ഖാലിഫ് അൽ ഷായുവിൽ 3 താൽക്കാലിക ആശുപത്രികൾ ഒരുങ്ങുന്നതായാണ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ട വാർത്തയിൽ നിന്ന് വ്യക്തമാവുക. സാമൂഹ്യ വ്യാപന ഭീഷണി തുടരുന്ന ഒമാനിൽ 727 പേരാണ് രോഗബാധിതരായി ഉള്ളത്. മസ്കറ്റിൽ കോവിഡ് സ്ഥിരീകരിച്ചവർ 658 ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. മരിച്ച 4 പേർ മസ്കറ്റിൽ നിന്നുള്ളവരാണെന്നും അറിയുന്നു. 77 പേർ രോഗമുക്തരാവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഗൾഫിൽ നിന്ന് മരണവാർത്ത 100 കടന്നു എന്ന് പറയുമ്പോൾ ആകെ ആശങ്കയിൽ തന്നെയാണ് പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികളായ പ്രവാസികൾ. കാരണം നാട്ടിലേക്ക് വരുവാൻ ഏതെങ്കിലും ഒരു വഴി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും നാൾ അവർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൌൺ നീട്ടുകയും വിമാന സർവീസ് ആരംഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഏറെ ആശങ്കയിലാണ് അവരെന്ന് തന്നെ പറയാം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.